കുറച്ച് പച്ച ചീര കിട്ടിയിട്ടുണ്ട്. അതൊന്ന് തോരൻ വെച്ചെടുക്കാം. ഇതിലെ ഇലകളെല്ലാം നുള്ളി എടുത്തതിന് ശേഷം കട്ടിയുള്ള തണ്ടുകൾ നീക്കം ചെയ്തെടുക്കാം. ചീര നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചീര ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ചീരയിലേക്ക് ആവശ്യമായ അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പോരെങ്കിൽ ഏറ്റവും അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ചീര വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് ആവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 അല്ലി വെളുത്തുള്ളി, 4 കാന്താരി മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, അരപ്പിലേക്ക് ആവശ്യമായത്ര ഉപ്പ്. ഇതൊന്ന് ചതച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ചീര ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അടച്ചു വെച്ച് നന്നായിട്ട് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ചീര നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കിയെടുക്കാം. ഈ സമയം ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചീരയുടെ വേവ് ഈ സമയം നോക്കണം. മിക്കവാറും വെന്തിട്ടുണ്ടാവും. കാരണം അധികം സമയം വേണ്ടി വരില്ലല്ലോ ചീര വെന്ത് വരാനായിട്ട്. ഇത്തരത്തിൽ മൺചട്ടിയിലൊക്കെ വയ്ക്കുവാണെങ്കിൽ ചീര നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടും. മാത്രമല്ല ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് മൺചട്ടിയിലൊക്കെ ചീര വയ്ക്കുമ്പോഴത്തേക്ക്. ചീരയിലിട്ട ഈ വറ്റൽമുളക് ചീരയോടൊപ്പം ഞരടി ചോറിനോടൊപ്പം കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ചീര തോരൻ തയ്യാറായിട്ടുണ്ട്. ഉപ്പെല്ലാം പാകമാണ്. ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് ചീരയോടൊപ്പം നല്ലതുപോലെ ചേർന്നിട്ടുണ്ട്. ഇത് മതിയാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ചീര തോരൻ ഉണ്ടാക്കി നല്ല ചൂട് ചോറിനോടൊപ്പം കഴിച്ചു നോക്ക്. ഒരല്പം മോരുകറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്